എടാ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാവൂ, അല്ലാത്തവൻ ദിക്റും പറഞ്ഞ് നടക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോൾ പെണ്ണുങ്ങൾ മിക്കവാറും എവിടെ ഇരിക്കണമെന്ന് അറിയില്ല, കൈയടിക്കുന്നുണ്ടാവും എഴുന്നേറ്റ് നിന്നിട്ട്. ആദ്യമായിട്ടാ ഒരു ചങ്ങാതി ഇങ്ങനെ വഴുതു പറയണേന്ന്. എടോ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവൻ എന്ത് ചെയ്യാവൂ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? ഉള്ളത് പറ. കല്യാണം കഴിക്കാൻ പാടുള്ളൂ. നിനക്ക് തുണി കഴുകി തരണമെന്ന് നിർബന്ധമുണ്ടോ? ഭർത്താവിന്റെ തുണി ഭാര്യ കഴുകി കൊടുക്കണം നിർബന്ധമുണ്ടോ? ഭർത്താവിന് ചോറ് വെച്ചു കൊടുക്കണം നിർബന്ധമുണ്ടോ? നിന്റെ മക്കളെ നോക്കണം നിർബന്ധമുണ്ടോ? നിന്റെ വാപ്പായ്ക്കും ഉമ്മായ്ക്കും വെച്ച് വിളമ്പി തരണമെന്ന് നിർബന്ധമുണ്ടോ? വീടടിച്ചു വാരണം, പരിസരം വൃത്തിയാക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. നീ വേണമെങ്കിൽ ആളെ നിർത്തിയിട്ട് ചെയ്തു കൊടുക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതൊക്കെ ചെയ്യാൻ ആളെ നിർത്തണം. എന്നിട്ട് നീ ഓളെ നേരെ കിടന്ന് ചാടാ. ഓളത് വല്ലവും ചെയ്തു തന്നാ അത് അവളുടെ ഔദാര്യമടോ, അതൊരു ഹിദ്മത്ത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്നിട്ട് നിന്റെ മുമ്പിൽ വന്നിട്ട് കാക്ക റീചാർജ് ചെയ്യാൻ പൈസ ഇല്ല, കാക്ക തുണി വേണം കീറിയിക്ക, ഇങ്ങനെ നടക്കാ പുറകില്. ഓൾക്ക് ആവശ്യപ്പെട്ടതുപോലും കൊടുത്തില്ല, അർഹതപ്പെട്ടതുപോലും കൊടുക്കുന്നില്ല. അപ്പൊ ഹിന്ദിനോട് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് എടുക്കാവൂ, യതീംഖാനയിലാക്കിയേക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ എന്തിനാ പേടിക്കണേ? നിങ്ങൾ കൊടുക്കുന്നവരല്ലേ, അപ്പോൾ ഓൾ എടുക്കൂല. കൊടുക്കാത്തവനല്ലേ പേടിക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആര് പറയണം നമ്മൾ നല്ലവനാണെന്ന്? ആര് പറയണം? നമ്മുടെ ഭാര്യ പറയണം. നബിതങ്ങളുടെ ഭാര്യയോട്, ആയിഷ ബീവിയോട് ചോദിച്ചു, നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവം എന്തായിരുന്നു? ഖാന ഖുലുഖുഹു ഖുർആൻ, എൻ്റെ ഭർത്താവ് ഖുർആനായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം അതുകൊണ്ട് നല്ല ഭർത്താവായി, മാതൃകപരമായിട്ടുള്ളൊരു ഭർത്താവായി ജീവിക്ക്. നിന്റെ ഭാര്യ പറയണം, എൻ്റെ ഇക്കച്ചി നല്ലതാ. ഇക്കാന്നല്ലേ വിളിക്കുക? അവിടെ ഭർത്താവിന് എന്താ വിളിക്കുക? മാപ്പിളയോ? അല്ലാഹു അടച്ചാൻ ഇതിലൊക്കെ ആവട്ടെ, ചീത്ത വിളിക്കാതിരുന്നാ മതിയായിരുന്നു. ഇക്ക അല്ലേ? എൻ്റെ ഭർത്താവ്, എൻ്റെ മാപ്പിള നല്ലതാ, എൻ്റെ ഇക്ക നല്ലതാന്ന് ആര് പറയണം? ഭാര്യ പറയണം. അൽഹംദുലില്ലാ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിലും നമ്മളെ ജോഡികളാക്കി തരുമാറാകട്ടെ. ആകണ്ടേ ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് വേണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈ പൊക്കിക്കേ. സ്റ്റേജിലിരിക്കണവരൊക്കെ പൊക്കിക്കോ. ലൈവാ ഉണ്ടാ. പലരുടെയും കൈ ഇങ്ങനെ ഇരിക്കുക. പൊക്കണോ അല്ല, വേണോ അല്ല. ഇരിക്കണത് അധികം പേരും പെണ്ണ് കെട്ടിയവരാ, എന്നിട്ടും പൊക്കണില്ല. അതെന്തേന്ന് എനിക്ക് മനസ്സിലായി. സിറാജ ഓള് സ്വർഗത്തിലുണ്ടോന്ന്. പോട്ടെ, അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാകട്ടെ. അപ്പം അൽഹംദുലില്ലാ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. ഇത് പറഞ്ഞപ്പോൾ, ഇത്രയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പെണ്ണുങ്ങളുടെ തല ഈ ബിൽഡിങ്ങിന്റെ മുകളിലെത്തി. അവരൊക്കെ ഇങ്ങനെ പൊങ്ങി മുകളിൽ നിൽക്കുക. അൽഹംദുലില്ലാ, ഇപ്പൊ സ്വർണം ചോദിച്ചാൽ അവർ ഊരി തരും. ആ അവസ്ഥയിൽ അവർ നിൽക്കുന്നത്. ഇനി പെണ്ണിന് സ്വർഗത്തിൽ പോകണമെങ്കിലോ? ഇത് ഭർത്താവിന്റെ കാര്യം. ഇനി ഭാര്യയുടെ കാര്യമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്തത്ത് യുദ്ധം കഴിഞ്ഞ് നബി തങ്ങളും സ്വഹാബത്തും മടങ്ങി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും അവിടെ നിന്ന് മടങ്ങി വരുമ്പോ വലിയ യാത്രയാണ്, മലമൂത്ര വിസർജനം നടത്തണമല്ലോ. അങ്ങനെ പടച്ചവനെ നബി തങ്ങളും സ്വഹാബത്തും യാത്ര നിർത്തുകയാണ്. ഒരു സ്ഥലത്ത് യാത്ര നിർത്തി നബി തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു. ആയിഷ ബീവി നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു, നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ. ആയിഷ ബീബി റളിയല്ലാഹു തആല തന്റെ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി കടന്നുപോയി. അവസാനം തിരിച്ചു വന്നു തന്റെ ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കയറുകയാണ്. ആയിഷ കയറുന്നതെല്ലാവരും കണ്ടു, അല്ലാഹുവിന്റെ റസൂല് കണ്ടു. ആയിഷ ബീബി കയറി കഴിഞ്ഞപ്പോ നബി തങ്ങളുടെ സ്വഹാബത്തിനെ പറഞ്ഞു വിടുകയാണ്. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നു പോവുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷ ബീബിയുടെ മാല കാണുന്നില്ല. ആയിഷ ബീബിക്ക് മനസ്സിലായി, ഞാൻ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആയിഷ ബീബി പുറത്തേക്ക് നോക്കുകയാണ്. നബി തങ്ങളെ കാണുന്നില്ല, സ്വഹാബത്തിനെ കാണുന്നില്ല. ഒരാളോട് പറയാൻ പറ്റുന്നില്ല. പടച്ചവനെ ആരെയും കാണാതെ വന്നപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല ചിന്തിച്ചു. ഓടിച്ചെന്നെടുത്തുകൊണ്ട്
കൊണ്ടുവരാ. ആരോടും പറയാതെ ആയിഷ ബീവി ഇറങ്ങി പോവുകയാണ്. ആയിഷ പോയത് ആരും കണ്ടില്ലടോ. അവസാനം നബിതങ്ങളും സ്വഹാബത്തും മടങ്ങി വന്നു. എല്ലാവരും വാഹനത്തിൽ കയറി. ആയിഷ കയറിയത് നേരത്തെ കണ്ടത് കൊണ്ട് ചോദിച്ചില്ല. പടച്ചവനെ യാത്ര തുടരുകയാണ്. ഒട്ടകക്കട്ടിലിൽ ആയിഷ ഇല്ലാത്തത് തിരിഞ്ഞില്ലടോ. കാരണം ആയിഷയ്ക്ക് വെയിറ്റ് കുറവായിരുന്നു. അതുകൊണ്ട് ചുമന്നവരും അറിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, യാത്ര ഒരുപാട് സഞ്ചരിച്ചു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് തിരിച്ചു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാണാനില്ല. നബിതങ്ങളും സ്വഹാബത്തും പോയിരിക്കുകയാ. പടച്ചവനെ എന്തു ചെയ്യണമെന്നറിയില്ല. ആ ഒരു ചെറിയ പെൺകുട്ടി വഴിയോരത്തിരുന്ന് കരയുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ കരയുകയാണ്. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി തന്റെ കുതിരപ്പുറത്ത് വരികയാണ്. ഏറ്റവും പുറകിലാണ് വരുന്നത്. ഒറ്റയ്ക്ക് വരാനുള്ള കാരണം എന്താ? നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാൻ, കളഞ്ഞു പോകുന്നത് എടുത്തുകൊണ്ടുവരാൻ ഏറ്റവും പുറകിൽ വരുന്ന സ്വഹാബിയാണ്. സഫ്വാൻ തങ്ങൾ നോക്കുമ്പോ ഒരു പെണ്ണിരുന്ന് കരയുകയാണ്. ആരാരുമില്ലാത്ത ഒരു വഴിയോരത്തൊരു പെണ്ണിരുന്ന് കരയുകയാണ്. സഫ്വാൻ ചോദിക്കുന്നു, ആരാ ഇവിടെ ഇരുന്ന് കരയുന്നതാരാ? അവിടെന്ന് പറഞ്ഞു, ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷയാ. ഇന്നാ ലില്ലാഹി ഇന്നാ ലില്ലാഹി. സഫ്വാൻ തങ്ങൾക്ക് ആയിഷയാണെന്ന് മനസ്സിലായി. മുമ്പ് ശബ്ദം കേട്ട പരിചയമുണ്ട്. ഉടനെ ചാടി ഇറങ്ങി, കേറുമ്മ, ഇവിടെ ഇരിക്കല്ലേ ഉമ്മ, ഈ വാഹനത്തിന്റെ മുകളിലേക്ക് കേറുമ്മ, ഞാൻ നടക്കാമുമ്മ, കയറ് പിടിച്ചുകൊണ്ട് ഞാൻ നടക്കാമുമ്മ, വേറെ വഴിയില്ലാത്തത് കാരണം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് വാഹനത്തിന്റെ മുകളിൽ കേറുകയാണ്. പടച്ചവനെ യാത്ര തുടരുകയാണ്. നബിതങ്ങളും സ്വഹാബത്തും മണിക്കൂറുകൾ രാത്രി മുഴുവനും സഞ്ചരിച്ചു. രാവിലെ ആകാ സമയമാകുമ്പോഴാണ് ആയിഷയില്ലെന്നറിയുന്നത്. നബിതങ്ങളുടെ ഭാര്യയെ കാണുന്നില്ല. വലിയ പ്രശ്നമായടോ. എല്ലാവരും ഒരുമിച്ച് കൂടിയടോ. എന്ത് സംഭവിച്ചതെന്നും ഒരാൾ, ആയിഷ നല്ലവളാണ്, അവളെ എനിക്ക് വിശ്വാസമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇങ്ങനെ പറയുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് ഇങ്ങനെ പറയുമെന്ന് തോന്നുന്നുണ്ടോ? പെങ്ങളെ, നല്ലവളാണെങ്കിലേ പറയൂ. നീ നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കണം. നീ ചെയ്യേണ്ടത് ചെയ്യണം. നീ നല്ലവളായ നിന്റെ ഭർത്താവ് പറയും നീ നല്ലവളാണെന്ന്. ആ മനുഷ്യന്റെ പൊരുത്തമില്ലാതെ അള്ളാന്റെ സ്വർഗത്തിൽ നീ കടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഈ ചരിത്രം പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ടോ. ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കൂടെ കടന്നവടെ വിശ്വാസമുണ്ടാകണം. കൂടെ കടന്നവടെ വിശ്വാസമുണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏതെങ്കിലും ഒരുത്തം പറഞ്ഞു, വാട്സപ്പിൽ മെസ്സേജ് എഴുതി, അല്ലെങ്കിൽ അവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് കണ്ടു, അല്ലാ പടച്ചവനെ, നിന്റെ 25 കൊല്ലം കൂടെ കടന്നവളെ വിശ്വാസമില്ല. 25 കൊല്ലം 10ഉം 20ഉം കൊല്ലം നിന്റെ കൂടെ കടന്നവളെ നിനക്ക് വിശ്വാസമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നീ എന്തു പറയും? ഞാൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് വാരി കെട്ടി പൊക്കോളാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വിശ്വാസം. ഒരു മെസ്സേജ് കണ്ടാൽ, അല്ലെങ്കിൽ ഒരു കോള് വിളിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് കണ്ടാൽ അതിൻ്റെ പേരിൽ തന്നെ ബദർ യുദ്ധം നടത്തുന്ന ഒരുപാട് ഭർത്താക്കന്മാർ, ഒരുപാട് ഭാര്യമാർ. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവർക്കും മൊബൈലുണ്ടോ? ഉള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. മൊബൈലുള്ളവരൊക്കെ ഒന്ന് കള്ളം പറയണ എന്തിനാ? ഒന്ന് കൈവക്കിക്കുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ, ഈ കോടികളിരിക്കുന്ന ബാങ്കിന് പോലും ഇല്ല. കോടികൾ വെച്ചിരിക്കുന്ന ബാങ്ക് ഉണ്ടല്ലോ, പൈസ ഉള്ള വലിയ വലിയ SBIയും സ്റ്റേറ്റ് ബാങ്ക്, ഒരു വലിയ ബാങ്കുകളുണ്ടല്ലോ. ആ ബാങ്കിന്റെ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്ക ഈ കൈവക്കിയവരുടെയൊക്കെ ഫോണിന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ കോടിക്കണക്കിന് രൂപ വെച്ചിരിക്കുന്ന ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്ക നമ്മുടെ ഫോണിന്.
പെണ്ണുമ്പിള്ളയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഈ സാധനം ഇങ്ങനെ വെക്കാൻ ധൈര്യമുണ്ടോ? ലോക്ക് അഴിച്ചിട്ട് ഭാര്യയുടെ മുമ്പിൽ കൊണ്ടുവെക്കാൻ ധൈര്യം ഉണ്ടോ വാപ്പ? പേടിയാ. നീയാ ഓളെ കുറ്റം പറയുക. ഭർത്താവ് ഭാര്യയുടെ ഫോൺ എടുക്കാൻ പാടില്ല. എന്തിനാ നിനക്ക് സംശയ? ഭർത്താവ് ഭാര്യയുടെ ഫോൺ എടുക്കരുത്. ഓന് സംശയം. ഓഹ്, ഇവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചിലത് കക്കൂസിൽ പോകുമ്പോഴും ഇതും കൊണ്ടാ പോണേ. ബാത്റൂമിൽ പോകുമ്പോൾ പോലും ഇത് താഴെ വെക്കാറില്ല. എന്തിനാണ് ചങ്ങായി ലോക്ക്? എന്തിനാ ലോക്ക്? മറച്ചു വെക്കാൻ എന്തെങ്കിലും ഉണ്ടില്ലേ? മറച്ചു വെക്കാനുള്ളത് കൊണ്ടല്ലേ. കുറേ കാലം നമ്മൾ പറഞ്ഞു, ഉസ്താദെ കുട്ടികൾ ഗെയിം കളിക്കാതിരിക്കാൻ വേണ്ടിയാ ലോക്ക് ഇട്ട് വെച്ചേക്കണേന്ന്. നിന്റെ ഈ പട്ടി എറിയുന്ന ഫോൺ എന്തിനാ മക്കൾക്ക്? അവൻ തലകണയുടെ അത്രയുള്ള സാധനം കൊണ്ടാ നടക്കണേ. ഇന്ന് കൊച്ചു കുട്ടികളുടെ കയ്യിലിരിക്കണത് വലിയ ഇറങ്ങിയപ്പോൾ ഒരു വാപ്പ പറഞ്ഞു, ഉസ്താദ് ഒരു ഫോട്ടോ എടുക്കണമെന്ന്. ഞാൻ നിന്നു കൊടുത്തു. ആ വാപ്പ എടുത്ത ലോക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വല്ലാത്ത ലോക്ക. അതൊക്കെ മനസ്സിലാകാത്ത ലോക്ക്. ഇസഡൊന്നുമല്ല, ഒരു വല്ലാത്ത ലോക്ക്. ഇതുപോലെയുള്ള ലോക്ക ഓരോ മനുഷ്യന്മാര്. ഭാര്യ ഭർത്താവിൻ്റെ ഫോൺ എടുക്കാൻ പാടില്ല, ഭർത്താവ് ഭാര്യയുടെ ഫോൺ എടുക്കാൻ പാടില്ല. പരസ്പരം മറച്ചു വെക്കുന്നു. സംശയം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം, വൈരാഗ്യം, വാശി, ചതിയും വഞ്ചനയും അതൊന്നും പാടില്ലടോ. ഇതിനാ ഭാര്യയല്ലേ, ഭർത്താവല്ലേ, സ്നേഹത്തോടെ ജീവിക്കടോ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്തിനാ സഹോദര നമ്മൾ ഈ മറച്ചുപൊക്കലും ഒളിച്ചുപൊക്കലും പറ്റിക്കലുമൊക്കെ? എന്താ ചതിയൊക്കെ? എന്തിനാ വഞ്ചന കാണിക്കണേ? എന്തിനാ? നിനക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഓളോട് പോയി പറഞ്ഞാൽ പോരെ, എനിക്ക് ഒന്നുകൂടെ കെട്ടണമെന്ന്. ഓള് സമ്മതിക്കുമല്ലോ, പോയി കെട്ടി. ഒളിച്ചും പാത്തും എന്തിനാ നടക്കണേ? നിനക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കണം. എടി, എനിക്ക് നിന്നെ കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നുകൂടെ കഴിക്കണം. ഇക്ക ധൈര്യമായിട്ട് പോയി വിവാഹം കഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക. നല്ല ഭാര്യ പറയും, നിങ്ങൾ ഈ ഒളിച്ചും പാത്തും നടക്കുന്ന എന്തിനാ? പോയി പറഞ്ഞു നോക്കപ്പ അറിയാം. അല്ലാഹു എനിക്ക് ലൈവ് ആയതുകൊണ്ട് പേടി എന്തെങ്കിലും പറയാൻ. പ്രസംഗമൊക്കെ ഒരുപാട് കേസുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെണ്ണുങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഞാൻ പണ്ട് 10 കൊല്ലം കണ്ടായിപ്പം, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 9 or 10 വർഷം മുമ്പ് ഞാൻ പ്രസംഗിച്ചു പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. 10-29 കേസുണ്ട് എനിക്കിപ്പോൾ അതിൽ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പെണ്ണുങ്ങളെ ഇടിയെന്ന് പോലും വിളിക്കാൻ പാടില്ല എന്നാണ്. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, സ്നേഹിക്കടോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കാണിക്കുക. കുടുംബജീവിതത്തിൻ്റെ വിലയും മഹത്വവും ഒക്കെ പഠിക്കുക. എന്താ പ്രതിഫലം? എന്താ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വലുപ്പം നിങ്ങൾക്കറിയോ? എൻ്റെ പൊന്നാര ചങ്ങാതി, അല്ല പറഞ്ഞ എന്താണെന്നറിയോ? അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, വിവാഹം കഴിച്ചാൽ അവന് സമാധാനമുണ്ടെന്ന്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വിവാഹം കഴിച്ചാൽ എന്ത് കിട്ടും? വിവാഹം കഴിച്ചാൽ എന്ത് കിട്ടും? നിങ്ങൾ എന്തും ഉണ്ടായിരിക്കണേ. വിവാഹം കഴിച്ചാൽ എന്ത് കിട്ടും? ഇവിടെ സ്വർഗമാണ്. നിങ്ങറിയോ, ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ വിട്ടു. നമ്മുടെ ആഗ്രഹം എവിടെ പോകണമെന്നാ? സ്വർഗത്തിൽ പോകണമെന്ന്. ഈ ആദം നബി അള്ളാഹു സ്വർഗത്തിൽ വിട്ടു. ആദം നബി സ്വർഗത്തിലൂടെ ഇങ്ങനെ തിന്നും കുടിച്ചും ആസ്വദിച്ചു ഇങ്ങനെ നടക്കാൻ. അള്ളാഹു ചോദിച്ചു, ആദമേ, നിനക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത? ഈ സ്വർഗം തന്നിട്ട് പോലും നിനക്ക് സന്തോഷമില്ലാത്ത എന്താ? സ്വർഗത്തിലില്ലാത്ത ഒന്നുമില്ലല്ലോ. ഇത്രയും അനുഗ്രഹം അള്ളാഹു കൊടുത്തിട്ടും ആദം നബിയുടെ മുഖത്തൊരു സന്തോഷമില്ല. അപ്പൊ അള്ള ചോദിച്ചു, എന്താ നിന്റെ പ്രശ്നം? അല്ലാ, എന്തോ ഒരു കുറവുള്ളതുപോലെ, എന്തോ ഒരു കുറവ്, ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നിട്ടൊരു രസമില്ലെന്ന്. പടച്ചവൻ എന്തോ ഒരു കുറവുള്ളതുപോലെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നപ്പോ എന്തോ പോലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെ കൊടുത്തപ്പോഴാണ് ആദം നബി പറഞ്ഞത്, ഇപ്പോഴാ ശരിയായെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ കല്യാണം കഴിച്ച, അപ്പൊ നിങ്ങൾ പറ, സ്വർഗമാണോ വലുത്? ഇവിടെ ഭാര്യയും ഭർത്താവും ജീവിക്കേണ്ടതുപോലെ ജീവിച്ച ആ ജീവിതമാണോ സ്വർഗം? അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതാണ് ജീവിതം. ഏറ്റവും കൂടുതൽ ആനന്ദം, സന്തോഷം ലോകത്ത് അതിനേക്കാളും വേറെ ഒന്നുമില്ലടോ. ആ കുടുംബ ജീവിതത്തിൽ കിട്ടുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ കിട്ടുന്നതിനേക്കാളും സന്തോഷവും സമാധാനവും ലോകത്ത് വേറെ ആർക്കും തരാൻ പറ്റൂല. പക്ഷെ അതങ്ങനെ ആയിരിക്കണം. എന്താണെന്നറിയോ? ഇവിടെ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി. ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇങ്ങോട്ട് വന്നത് രണ്ടും രണ്ടായിട്ടാണ്. തിരിച്ച് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി. നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് മഹാനായി നബിയിന റസൂലുള്ളാഹി
ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിക്കണം, ഫോട്ടോ എടുക്കാനും നാട്ടുകാരെ കാണിക്കാനും അല്ല. അത് ആരും ഇല്ലാത്തപ്പം ഈ റോഡിൽ കൂടെ ബൈക്കിൽ പോകും, അത് വേറെ, തലയിൽ കൂടെ കയറിയിരിക്കുന്നത്, അതൊക്കെ അഭിനയം, അതൊന്നുമല്ല. യഥാർത്ഥ സ്നേഹമെന്ന് പറഞ്ഞാൽ നടന്ന് വീടിന്റെ മുമ്പിലായി ആരുമില്ല, ആ ഇടവഴിയിലൂടെ പോകുമ്പോൾ ലൗബേഴ്സുകൾ പോകുന്നത് പോലെ ഭാര്യയും ഭർത്താവും കെട്ടിപ്പിടിച്ചവരുടെ കയ്യിലൊന്ന് പിടിച്ചു കൊണ്ടുപോ. രണ്ടുപേരും ചെയ്ത പാപം അല്ലാഹു പുറത്തു തരുമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി. ഒന്ന് ചിരിക്ക് ചങ്ങാതി, നീ നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്ക്, നീ നിന്റെ ഭാര്യയോടൊന്ന് സംസാരിക്ക്. അങ്ങനെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കണം, ഭാര്യയുടെ മുഖത്ത് നോക്കി സംസാരിക്കണം. നമ്മളോ അയൽവാസിയുടെ പെണ്ണുമ്പിള്ളയെ കാണുമ്പോൾ ആമിനെ സുഖമാണോടി, കാക്കായ്ക്കൊക്കെ സുഖമാണോ, അങ്ങനെ വിശേഷം. നമ്മുടെ ഭാര്യയെ കാണുമ്പോൾ കടന്തൽ കുത്തികൂരിയിരിക്കും. അതാണ് നമ്മുടെ വ്യത്യാസം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അത്രയ്ക്കും പുണ്യമുണ്ടോ കുടുംബജീവിതത്തിന്. അതുകൊണ്ട് സ്നേഹിക്കുക വാപ്പ, പരസ്പരം തല്ലും വാശിയും വൈരാഗ്യമൊക്കെ കളഞ്ഞ് ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കടോ മരിക്കുന്ന കാലം വരെ. അള്ളാഹു നമ്മുടെ ജീവിതം അങ്ങനെയാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതം അങ്ങനെയാക്കി തരുമാറാകട്ടെ. അപ്പോൾ ജീവിക്കേണ്ടതുപോലെ ജീവിക്കണം. സമയമായില്ലപ്പാ, 11:15. ഒരു ചരിത്രം കൂടെ കേൾക്കാൻ സമയമുണ്ടോ? ഒരു ചരിത്രം കേൾക്കാൻ? ഞാൻ പറയുന്ന ഭാര്യയും ഭർത്താവും പിരിവ് വേണ്ടല്ലോ. അപ്പോൾ പിരിവുണ്ടോ? അല്ലാ, അത് പറയുമ്പോഴേ എനിക്ക് പേടി. അൽഹംദുലില്ലാ. ഇനി ഇവിടെ പിരിക്കാന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്തെന്നറിയോ? ഈ റോഡിലൂടെ പോകുമ്പോൾ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന ആളെ കണ്ടിട്ടുണ്ടാ? ഓൻ്റെ അടുത്ത് പോയിട്ടൊരു ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ ഓനൊരു 3 കരിമ്പെടുത്താൽ മെഷീനകത്ത് കയറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും അടിക്കും. അടിച്ചടിച്ചടിച്ചടിച്ച് അതിൻ്റെ എല്ലാ ചാറും ഊറ്റിയെടുക്കും. എന്നിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ മടക്കും. നമ്മൾ വിചാരിക്കും കളയാനാണെന്ന്. അല്ല, അങ്ങനെ മടക്കിയിട്ട് ഒരു ഇഞ്ചിയും ഒരു നാരങ്ങായും വെച്ച് വീണ്ടും ഒരു അടിയുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി ഇവിടെ പിരിക്കുക എന്ന് പറഞ്ഞാൽ ആ അടിയെ അടിക്കണ്ടേ? ഇനി പിരിവെന്ന് പറയുന്നത് അൽഹംദുലില്ലാ ആ കിട്ടുന്ന ബിൽഡിംഗ് അല്ലേ? അതല്ലേ സാർ? അതല്ലേ? അൽഹംദുലില്ലാ. ഇതൊക്കെ നിങ്ങൾ കൊടുത്തിട്ടാണ് ഇത്രയായത്. അൽഹംദുലില്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ. പള്ളിയുടെയും മദ്രസയുടെയും വരുമാനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹിക്കണം. ഭാര്യയും ഭർത്താവും സ്നേഹിക്കണം. അവരടിച്ചു പൊളിക്കണം. അവർ സന്തോഷത്തോടെ ഇരിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഹജ്ജിന് പോകുമ്പോൾ, ഉംറയ്ക്ക് പോകുമ്പോൾ, കറങ്ങാൻ പോകുമ്പോൾ ആരെ കൊണ്ടുപോകണം? യാത്ര പോകുമ്പോൾ ആരെ കൊണ്ടുപോകണം? ടൂറ് പോകുമ്പോൾ ആരെ കൊണ്ടുപോകണം? ടൂറ് പോകേണ്ടത് ആരുടെ കൂടെയാ? ഭാര്യയുടെ കൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. ജീവിച്ചിരുന്ന എല്ലാ ഭാര്യമാരെയും കൊണ്ടുപോയി ഹജ്ജിന് പോയപ്പോൾ. നമ്മളോ ഹജ്ജിന് പോയിട്ട് ഊട്ടി പോകുമ്പോൾ പോലും ഒറ്റയ്ക്കേ പോകത്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, സ്നേഹിക്കണം, സ്നേഹിക്കണം നമ്മൾ. അള്ളാഹു നമുക്ക് സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പഠിപ്പിച്ചതാരാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ്. ഖദീജ ബീവിയുടെ പ്രായം 40 വയസ്സ്. ഈ 40 വയസ്സുള്ള ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 25കാരൻ 40കാരിയായ ഖദീജയെ വിവാഹം കഴിച്ചു. നല്ല രീതിയിൽ. ആരും പിടിച്ച് കെട്ടിച്ചതൊന്നുമല്ല, അത് വേറെ. പ്രേമിച്ചിട്ട് തലയെ കുലുങ്ങിയതൊന്നുമല്ല. നബിതങ്ങൾ വിവാഹം കഴിച്ചതാ. 40 വയസ്സുകാരിയായ ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ നബിതങ്ങൾ വിവാഹം കഴിച്ചു. 15 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് ഭാര്യയും ഭർത്താവും. ഇവർ രണ്ടുപേരും കുടുംബജീവിതം നയിച്ചത് 25 കൊല്ലം. എത്ര കൊല്ലം? 25 വർഷമാണ് ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചത്. നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 65 വയസ്സായി. 65 വയസ്സുള്ള ഖദീജ ബീബി ഒരു ദിവസം കുളിച്ച് ഒരുങ്ങി നല്ല വസ്ത്രവും ധരിച്ച് വീടിന്റെ വാതിലിൽ ഇങ്ങനെ നിൽക്കുന്നു. മഹാനായ നബിയിന റസൂലുള്ളാഹി നബിതങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളെ ചിരിക്കുന്ന മുഖത്തോടെ സലാം അടക്കി അവിടെ നിന്ന് സ്വീകരിച്ചു. കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. നബിതങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നപ്പോൾ ഖദീജ ബീബി ഭക്ഷണം എടുത്തു വെച്ചിട്ട് നബിതങ്ങളുടെ കൂടെ പോയിരുന്നു. രണ്ടുപേരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കണേ. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ ഖദീജ ബീബി നബിതങ്ങളോട് ചോദിച്ചു, നബിയെ, ഞാൻ അല്പം ഭക്ഷണം വാരി തരട്ടെ? 65 വയസ്സുണ്ട്. നബിതങ്ങളോട് ചോദിച്ചു, ഞാൻ അല്പം ഭക്ഷണം വാരി തരട്ടെ? താ ഖദീജ. ഖദീജ ബീബി നബിതങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുത്തു.
നബിയെ എനിക്കും ഇത്തിരി വാരിത്താ നബിയെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഹണിമൂണ് പോയപ്പോഴാണ് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഐസ്ക്രീം ഒരു പാത്രത്തിൽ നിന്ന് തിന്നത്. പിന്നെ ഇതുവരെ തിന്നിട്ടില്ല. നമ്മൾ ഒരുമിച്ച് പോലും ഇരുന്ന് കഴിക്കൂല. ഖദീജ ബീവി നബിതങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുത്തു, നബിതങ്ങൾ ഖദീജ ബീവിക്ക് ഭക്ഷണം വാരി കൊടുത്തു. ഇതാ ഭാര്യയും ഭർത്താവും, ഇതാണ് ഭാര്യയും ഭർത്താവും. പണ്ടായിരുന്നു അങ്ങനെ, ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് നബിതങ്ങൾ ഇങ്ങനെ വിശ്രമിക്കാൻ ഇങ്ങനെ ഇരുന്നപ്പോ ഖദീജ ബീവി ചോദിച്ചു, നബിയെ ഞാൻ ആ മടിയിലൊന്ന് തലവെച്ച് കിടന്നോട്ടെ? കിടക്ക് ഖദീജ, കിടക്ക് ഖദീജ. നമ്മളോ ഓളുള്ള റൂമിലും നീ നിന്റെ റൂമിലും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ അങ്ങനെ 10-50 വയസ്സ് കഴിഞ്ഞ ഭർത്താവ് ഭർത്താവിന്റെ റൂമിൽ, ഭാര്യ ഭാര്യയുടെ റൂമിൽ, പരസ്പരം കിടക്കാറില്ല. 65 വയസ്സുള്ള ഖദീജ ബീവി നബിതങ്ങളുടെ മടിയിൽ കിടന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ നബിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ കണ്ണെടുക്കണില്ല, ചിരിക്കുന്നുണ്ട്. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ നീ എന്നെ ഇങ്ങനെ നോക്കണേ? എന്നാ ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്. 65 വയസ്സുള്ള ഭാര്യ നബിതങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്നാ സൗന്ദര്യ നബിയങ്ങൾക്ക്. വാ. അപ്പൊ നബിതങ്ങളും വിട്ടുകൊടുത്തില്ല. 25 കൊല്ലമായില്ലേടി എന്നെ കാണാൻ തുടങ്ങിയിട്ട്, 25 കൊല്ലമായില്ലേ. ഇങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഖദീജ ബീബി റളിയല്ലാഹു തആല നബിതങ്ങളുടെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, നബിയെ നമ്മൾ രണ്ടുപേരും ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. ഈ 25 വർഷത്തിൻ്റെ ഇടയിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണം നബിയെ. നബിതങ്ങൾ ചോദിച്ചു, എന്തു പറ്റി ഖദീജ ഇന്ന് പതിവില്ലാതെ പൊരുത്തമൊക്കെ ചോദിക്കണേ? എന്തു പറ്റി ഖദീജ നീ എന്നോട് പൊരുത്തം ചോദിക്കണേ? ഖദീജ ബീബി റളിയല്ലാഹു തആല എന്നൊക്കെ പറഞ്ഞു, നബിയെ എനിക്ക് പോകാൻ സമയമായി നബിയെ, എൻ്റെ മരണം അടുത്തിരിക്കുന്നു നബിയെ, എനിക്ക് പൊരുത്തം തരുവോ? നബിതങ്ങൾ വാ പൊത്തിപ്പിടിച്ചടോ ഖദീജയുടെ. ഖദീജ ബീവിയുടെ വാ പൊത്തിപ്പിടിച്ചു. നീ എന്തേ ഖദീജ പറയണേ? ആരാ ഖദീജ എന്നറിയോ? 25 വർഷം ഒരു ലോകത്ത് അള്ളാഹു ഖദീജ ബീവിക്ക് സ്വർഗത്തിൽ കൊടുക്കുന്ന പ്രതിഫലം ഒരു മുത്തുകൊണ്ട് പണിത കൊട്ടാരവാ. ഒരു മുത്തുകൊണ്ട് പണിത ഒരു നിന്നെക്കുറിച്ച് എനിക്ക് പറയാൻ ഒരു പരാതിയില്ല ഖദീജ, എനിക്ക് പൊരുത്തവാ ഖദീജ നിന്നോട്. ഖദീജ ബീബി റളിയല്ലാഹു തആല ചാടി എഴുന്നേറ്റു, നബിതങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് സന്തോഷം കൊണ്ട് ചുംബനം കൊടുത്തു. ആ 65 വയസ്സുകാരി നബിതങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്നുണ്ട്. അള്ളാന്റെ റസൂലിനോട് അവസാനം ഖദീജ ബീബി ചോദിച്ചു, നബിയെ എനിക്കൊരു 3 ആഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരുമോ? എനിക്കൊരു 3 ആഗ്രഹമുണ്ട് നബിയെ, സാധിപ്പിച്ചു തരുമോ? തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലേ നബിതങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ? ഖദീജ ബീബി റളിയല്ലാഹു തആല എന്നൊക്കെ പറഞ്ഞു, നബിയെ എൻ്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. എൻ്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല നബിയെ, എൻ്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഒരു പെണ്ണുപോലും എൻ്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയെ. എൻ്റെ ജനാസ നിങ്ങൾ വേണം കുളിപ്പിക്കാൻ, എൻ്റെ ജനാസ നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. പെങ്ങളെ നല്ലതുപോലെ കേൾക്കണം, നീ നടുറോഡിലൂടെ ജനങ്ങൾ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നടക്കുന്നവടാ. കടയിൽ ചെന്ന് ഇട്ടു നോക്കിയിട്ടാണ് എൻ്റെ പെങ്ങള് ഫർദ വാങ്ങുന്നത്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഫർദ, അവൾക്ക് ശരീരത്തിന് ചേർന്ന ഫർദ ഇട്ടു നോക്കിയിട്ടാണ് വാങ്ങുന്നത്. എന്നിട്ട് രണ്ടാമത് കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്യുകയാ, കാരണം തന്റെ മസില് പുറത്ത് കാണാൻ. എന്നാ ഖദീജ ബീബി റളിയല്ലാഹു തആല നിബിതങ്ങളോട് പറയുന്നു, എൻ്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ, എൻ്റെ ജനാസ കുളിപ്പിക്കുമ്പോൾ പെണ്ണുങ്ങൾ എൻ്റെ ശരീരം കാണും നബിയെ, എനിക്കിഷ്ടമല്ല നബിയെ. നിങ്ങൾ കണ്ടതിന് ലോകത്തൊരാളും കാണരുത്, ഒരാളും തുടരുത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം. നബിതങ്ങളും മിണ്ടുന്നില്ല. ഖദീജ കരയുന്നു, സമ്മതിക്കു നബിയേ, സമ്മതിക്കു നബിയേ. അവസാനം അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സമ്മതിക്കുകയാണ്. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? കപട സ്നേഹമല്ല ചെറുപ്പക്കാരാ, വഅദ കേൾക്കുന്ന പെങ്ങളെ, യഥാർത്ഥ സ്നേഹമാണ് പറയുന്നത്. ഇതിനാണ് പ്രേം, ഇതാണ് സ്നേഹമെന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക്
എനിക്ക് നിങ്ങളില്ലാതെ ഉറങ്ങാൻ പറ്റില്ല നബിയേ, നിങ്ങളില്ലാതെ എനിക്ക് ഉറക്കം വരില്ല നബിയേ. അതുകൊണ്ട് എൻ്റെ ജനാസ പൊതിയുമ്പോ അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാൾ എനിക്ക് തരണേ നബിയേ. അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാളുണ്ടല്ലോ, അതെന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ. കാരണം ഖിയാമത്ത് നാട് വരെ ഖബറിന്റെ അകത്ത് കിടക്കാനുള്ളതാണ്. എനിക്ക് നിങ്ങളുടെ സുഗന്ധമില്ലെങ്കിൽ പറ്റൂല നബിയേ, നിങ്ങളുടെ സുഗന്ധമില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല നബിയേ. നിങ്ങളുടെ ആ ഷാളെങ്കിലും എനിക്ക് വേണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് സമ്മതിക്കുകയാണ്. ഖദീജയുടെ മൂന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, നിങ്ങളുടെ കൈ കൊണ്ട് വേണം എൻ്റെ ജനാസ ഖബറിലിറക്കി വെക്കാ. നിങ്ങൾ വേണം എൻ്റെ ഖബറിനകത്തിറങ്ങാൻ, നിങ്ങൾ വേണം എൻ്റെ ജനാസ ഖബറിലിറക്കി വെക്കാൻ. അങ്ങയുടെ കൈ കൊണ്ട് വേണം എനിക്ക് മണ്ണ് വാരി വെക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് സമ്മതിച്ചടോ. ഖദീജ ബീബി ലോകത്തോട് വിട പറയുകയാണ്. മുത്തുനബിയാണ് ഖദീജയുടെ ജനാസ കുളിപ്പിച്ചത്. നബി തങ്ങളുടെ ജനാസ കുളിപ്പിച്ചത് നബി തങ്ങളാണ്. റബ്ബേ, കഫം പൊതിയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ ചുമലിൽ കിടക്കുന്ന ഷാൾ എടുത്ത് ചുംബിക്കുകയാ. ഖദീജ ബീവിയുടെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാണ്. നിസ്കാരം കഴിഞ്ഞ് ജനാസ ഖബറിലേക്ക് ഇറക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ഖബറിനകത്ത് ഇറങ്ങിയടോ. ഖദീജ ബീവിയുടെ ജനാസ ഇറക്കി വെക്കുകയാണ്. പടച്ചവനെ, നബി തങ്ങളാണ് പിടിമണ്ണ് വാരി വെച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. ഖദീജ ബീവിയുടെ കഫം തുണി പോലും നനയുകയാ. പടച്ചവനെ, ഖബറടക്കിയിട്ട് തീർന്നില്ല ചെറുപ്പക്കാരാ. മരിക്കുന്ന കാലം വരെ ഖദീജ എന്ന് പറഞ്ഞ നബി തങ്ങൾ കരയുമായിരുന്നു. പിന്നെ ഒരുപാട് വിവാഹം കഴിച്ചു. നബി തങ്ങൾക്ക് ഖദീജ 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 എന്ന് പറഞ്ഞാലും നബി തങ്ങൾ പറയും, എൻ്റെ ഖദീജ എങ്ങനാ, എൻ്റെ ഖദീജ ഇങ്ങനാ. ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താ ഖദീജ ബീവിയുടെ ഫ്രണ്ടിന് കൊടുത്തു വിടും ആ ഭക്ഷണം. തന്റെ ഭാര്യയോടുള്ള സ്നേഹം കാരണം പടച്ചവനെ, എപ്പോഴും തന്റെ ഖദീജയെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഒരിക്കൽ ആയിഷ ബീവിക്ക് ദേഷ്യം വന്നപ്പോ അവിടെന്ന് ചോദിച്ചു, ഈ കിളവിയോടെന്തേ ഇത്ര സ്നേഹമെന്തേ? വേറെ പെണ്ണുങ്ങളാരുമില്ലേ? മുത്തുനബി കരഞ്ഞടോ. തന്റെ ഖദീജാനെ കിളവി എന്ന് വിളിച്ചത് സഹിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. അപ്പോഴും പറഞ്ഞു, ആയിഷ, നീയൊന്നും എൻ്റെ ഖദീജയെ പോലെയാകില്ല ആയിഷ. ഇതിനാ സ്നേഹമെന്ന് പറയുന്നത്, ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് പറയുകയാ, മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്ന. പറയണ്ട രണ്ടാമത്തെ ആള് വേറെ ആരുമല്ല, നാട്ടുകാരല്ല, അയൽവാസിയല്ല, മഹല്ലുകാരല്ല, ഉസ്താദന്മാരല്ല. നിന്റെ കൂടെ കടന്നവര് പറയണം, റബ്ബേ ഇവര് നല്ലവരാട് റബ്ബേ എന്ന് സാക്ഷി പറഞ്ഞാ നിനക്ക് സ്വർഗമുണ്ട്. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. സ്വർഗവാസികളിൽ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്ക്, പടച്ചവനെ പേടിച്ച് ജീവിക്ക്, നന്മകൾ അധികമായിട്ട് ചെയ്യ്. മോനെ, ചെറുപ്പക്കാരോട് പറയുന്നത് മോശമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്ക്. അല്ലാഹുവേ, നല്ലവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്ക് മോനെ. എങ്കിലും നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അല്ലാഹുവേ, രക്ഷപ്പെടുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അല്ലാഹു രക്ഷപ്പെടുന്നവരിൽ നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.